ഞങ്ങളെ പറ്റപ്പെട്ട വിമർശനമുണ്ടായിരുന്നു. ഞങ്ങളാദ്യം ട്രംപിനെ പറ്റി പറയും, അമേരിക്ക മുഴുവൻ കറങ്ങും, യൂറോപ്പിലേക്ക് പോകും, പിന്നെ ഗാസയിലേക്ക് പോകും, ഇസ്രയേലിനെ പറ്റി പറയും, പിന്നെ ഡൽഹി മുഴുവൻ കറങ്ങി നോർത്ത് ഇന്ത്യ മുഴുവൻ പറഞ്ഞ് ഞങ്ങൾ കേരളത്തിൽ വരുമ്പോൾ നേരം വെളുക്കും, ഇവിടുത്തെ കാര്യം പറയാൻ ഞങ്ങൾ ഒരുപാട് വൈകുന്നു എന്ന വിമർശനം ഞങ്ങളുടെ തന്നെ സദാക്കൾ ഉന്നയിക്കുമായിരുന്നു. നാട്ടുകാരും പറയുമായിരുന്നു. ആ വിമർശനം കുറേ ശരിയാണ്. ഈ രാഷ്ട്രീയം പറയേണ്ടത് പറഞ്ഞുവിടാന്നല്ല, അത് പറയേണ്ടത് ഇവിടുത്തെ പ്രശ്നങ്ങളോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് വേണം. ഞങ്ങൾ പഠിക്കേണ്ട പാഠം അതാണ്. ആ പഠനത്തിൽ ഞങ്ങൾ എത്രമാത്രം വിജയിച്ചു എന്നുള്ള തർക്കം ഉണ്ടാകാം, പക്ഷെ ഞങ്ങൾ കുറച്ച് പഠിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പം ലോകരാഷ്ട്രീയം പറഞ്ഞുവിടാന്നില്ല എന്ന് പറയുന്നുണ്ട്, പക്ഷേ പഴയതുപോലെ ഞങ്ങൾ ഒരു പൊതുയോഗത്തിൻ്റെ ആരംഭത്തിൽ ഒരു സ്ട്രക്ചറൊക്കെ ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്. ആ മാറ്റം പൊതുവെ ശരിയാണ്. പക്ഷേ ലോകരാഷ്ട്രീയത്തെപ്പറ്റി ഒന്നും പറയാതെ, ദേശീയ രാഷ്ട്രീയം മിണ്ടാതെ, സംസ്ഥാനത്തെ വോട്ടിൻ്റെ കാര്യം മാത്രം പറയുന്ന രാഷ്ട്രീയമായിട്ട് ചുരുങ്ങാൻ പാടില്ല കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം. അതിനർത്ഥം സ്വന്തം കൺമുമ്പിലുള്ള മൂക്കിനെ തുടർന്ന കാര്യങ്ങളെപ്പറ്റി പറഞ്ഞുകൊണ്ടും അങ്ങോട്ട് പോകാൻ പറ്റും. ആ അവതരണത്തിൻ്റെ രീതിയെപ്പറ്റി, ആ രാഷ്ട്രീയ വിദ്യാഭ്യാസ ശൈലിയെപ്പറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പഠിക്കണം. അതാണ് ഞങ്ങൾ കണ്ടെത്തിയത്. ഞങ്ങൾ അതിൻ്റെ ഒരു യാത്രയിലാണിപ്പോൾ. ഈ സമ്മേളനത്തിൻ്റെ കഴിയുന്നതോടുകൂടി കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് നിലപാടുകളൊക്കെ വരുമോ? രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരുപാട് ദൂരം മുമ്പോട്ട് പോകാൻ ബാക്കിയുണ്ട്. രാഷ്ട്രീയ വിദ്യാഭ്യാസം കൂടിയേ തീരും. ആ വിദ്യാഭ്യാസത്തിൻ്റെ മെഷീനറി ഞങ്ങൾക്കിപ്പം ഫലപ്രദമല്ല വേണ്ടത്ര. അത് ഫലപ്രദമാക്കണം. വി ആർ സ്ട്രൈവിങ് ഫോർ ദാറ്റ്. ഞങ്ങളുടെ ശ്രമത്തിലാണ്. ഈ സമ്മേളനം കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് നേടേണ്ട ഒരു കാര്യം അതായിരിക്കും. ഫലപ്രദമായിട്ടുള്ളൊരു വിദ്യാഭ്യാസ സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കണം. അത് വേണം. ഞങ്ങളീ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങൾ, കമ്മ്യൂണിസ്റ്റ് ജീവിത രീതികൾ, കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അതെല്ലാം നേടാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ വിദ്യാഭ്യാസം കൊടുക്കണം. ഞങ്ങളുടെ തലമുറയ്ക്കെല്ലാം കിട്ടിയ വലിയ കാര്യം വി ആർ ട്രെയിൻ ബൈ ദാറ്റ്. ആശയപരമായിട്ട് ഞങ്ങൾ അതിനെ പറ്റിയ ഒരു കരുത്തുള്ളിലേക്ക് മാറിയെങ്കിൽ ഞങ്ങളെ മാറ്റിയെടുത്തത് ആ വിദ്യാഭ്യാസമാണ്. വി ഗോട്ട് ഇറ്റ്. പക്ഷേ അതുപോലെ താഴേക്ക് എത്തിക്കാൻ ഞങ്ങൾക്കാകുന്നുണ്ടോ എന്ന് ഞങ്ങൾ തലമുറ ചിന്തിക്കണം. ഒരു ചെറിയ കാറ്റൊന്നും വീശി ഞങ്ങളതിന് വീണു പോകില്ല. ഞങ്ങൾക്ക് നല്ല ആശയ അടിത്തറയുണ്ട്. ഞങ്ങളെ പഠിപ്പിച്ചത് അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ വിദ്യാഭ്യാസത്തിൻ്റെ അന്നത്തെ രൂപഭാവമൊക്കെ മാറിയെങ്കിൽ പോലും അതിൻ്റെ ആ ഒരു ചൈതന്യത്തിൻ്റെ വലിയ അംശം പിന്നാലെ വരുന്നവർക്ക് വേണ്ടി മാറ്റിവെക്കാൻ ഞങ്ങൾക്ക് കഴിയണം. അത് ഞങ്ങളുടെ കടമയാണ്. അതിൻ്റെ നിർവഹണത്തിൽ ഞങ്ങളുടെ തലമുറ വേണ്ടത്ര വിജയിക്കുന്നില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അത് തികത്താനും തിരുത്താനും കഴിയേണ്ട ഒരു വീഴ്ചയാണത്. ആ വീഴ്ച തിരുത്താനും വേണ്ടി ഞങ്ങൾ ശ്രമിക്കും. പണ്ട് ഞങ്ങൾ വിളിക്കുമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാടിൻ്റെ ജീവനെന്ന്. ലക്ഷ്യം അതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാടിൻ്റെ ജീവനാകണം. ജീവനാകാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞങ്ങൾ പര്യാപ്തമാക്കി എടുക്കണം, പ്രാപ്തമാക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് ശ്രമിക്കാൻ തയ്യാറാണ്. ആ ശ്രമത്തിൽ ഞങ്ങൾ നിങ്ങളെപ്പോലുള്ളവരുടെ, കമ്മ്യൂണിസ്റ്റ് ആണെന്നില്ല, പക്ഷേ നിങ്ങളെപ്പോലുള്ളത് നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, വിമർശനങ്ങളെല്ലാം ഞങ്ങൾ സ്വാഗതം ചെയ്യും. നിങ്ങൾ ഞങ്ങളെ കാണേണ്ടത് നന്മയ്ക്ക് വേണ്ടി നിൽക്കുന്ന, നേരെ ജീവിയെ മുന്നോട്ട് പോകാൻ കുതിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടാക്കണം. അപ്പോൾ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളെ ഞങ്ങൾ വിലമതിക്കും. നിങ്ങളെ കാണുന്നത് മിത്രങ്ങളായിട്ടായിരിക്കും. വിമർശിച്ചാൽ അതുകൊണ്ട് നിങ്ങൾ ശത്രുവാകാൻ പോകുന്നില്ല. വിമർശിക്കുമ്പോൾ ഞങ്ങൾ നോക്കുന്നത് അതിനകത്തുള്ള കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഭാഗത്തെ പറ്റിയാണ്.